ജീവദീപ്തി ലേഖനം തള്ളി KRLCC. ലത്തീൻ സഭയ്ക്ക് BJP അനുകൂല നിലപാടെന്ന പ്രചാരണം അവാസ്തവമാണ്. കേരളത്തിൽ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ KRLC-യാണ് നിലപാട് പറയേണ്ടത്. KRLC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, നേരത്തെ അപ്പോൾ വന്ന ലേഖനത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്നാണോ ഇപ്പോൾ പറയുന്നത്? ഇതിലിപ്പോൾ ആരാണ് ഇതിൽ നിലപാട് പറയേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. സ്മൃതി, ലത്തീൻ കത്തോലിക്ക സഭയുടെ നയരൂപീകരണ സമിതിയാണ് KRLCC. KRLCCയുടെ അഭിപ്രായം തന്നെയാണ് സഭയുടെ അഭിപ്രായമായി പരിഗണിക്കേണ്ടത്. ഇവിടെ പ്രസക്തമാകുന്ന കാര്യം അതല്ല. ഇത്തരത്തിലൊരു ലേഖനം വരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലെ ആലപ്പുഴ രൂപതയിലെ വൈദികൻ എഴുതിയിരിക്കുന്നത് വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രത്തിലാണ്. ഇത്തരമൊരു ലേഖനം വന്നിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസവുമാണ്. ഈ ലേഖനം വന്നതിന് പിന്നാലെ KRLCC നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് എറണാകുളം ആശർ ഭവനിൽ KRLCCയുടെ ഉന്നതാധികാര യോഗം നടക്കാനിരിക്കുകയാണ്. യോഗത്തിന് ശേഷം സഭയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. സ്വാഭാവികമായും ലേഖനം എഴുതിയതിനോട് യോജിപ്പില്ല എന്നും ഇതിനൊരു വിശദീകരണം തേടും എന്നുള്ളൊരു നിലപാടുണ്ടോ? ലേഖകന്റെ അഭിപ്രായം ലേഖകന്റേത് മാത്രമാണ് എന്നുള്ള നിലപാടാണ് KRLCC ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദീകരണം ലേഖനം എഴുതിയിരിക്കുന്ന ആലപ്പുഴ രൂപതയിലെ വൈദികനോട് തേടുമോ എന്ന കാര്യം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ലേഖനം അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു BJP അനുകൂല നിലപാട് സഭയ്ക്കില്ല എന്നും വാർത്താക്കുറിപ്പിൽ KRLCC വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള യോഗം ഇന്ന് വൈകിട്ട് ചേരും. ആ യോഗത്തിന് ശേഷം നിലപാട് വ്യക്തമാക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ KRLCC അറിയിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.